നമ്മുടെ നാട്ടിലെ ചില മതേതരവാദികൾ അല്ലെങ്കിൽ ചില ലിബറലുകൾ ഇന്ത്യയോട് പല കാര്യങ്ങളിലും പാകിസ്ഥാനിലേക്ക് നോക്കൂ. ഉദാഹരണം പെട്രോൾ വില. പാകിസ്ഥാനിൽ പെട്രോൾ വില വളരെ കുറവാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ പാകിസ്ഥാനിൽ പിന്നീട് കലാപമുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പോൾ അവർ പെട്രോൾ വിലയെക്കുറിച്ച് മിണ്ടാറില്ല. കാരണം അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്നറിയാം. കാരണം കേരളത്തിൽ മാത്രമാണ് പെട്രോൾ വില 107 രൂപയിൽ നിൽക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ വില. കാരണം പിണറായി വിജയനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പെട്രോളിൽ നിന്നുള്ള ടാക്സിൻ്റെ ഗുണഭോക്താവ് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഉത്തർപ്രദേശിലും ഗുജറാത്തിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 94 രൂപയൊക്കെയാണ് പെട്രോളിൻ്റെ വില. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നു. പഞ്ചാബിൽ നിന്ന് മറ്റ് പ്രവിശ്യകളിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നതിന് പഞ്ചാബ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ 20 കിലോ ഗോതമ്പ് മാവിൻ്റെ വില 2800 പാകിസ്ഥാൻ രൂപയായി ഉയർന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. 20 കിലോ ഗോതമ്പ് മാവിന് 2800 രൂപ. പാകിസ്ഥാനിൽ ഇതുമൂലം ഗോതമ്പ് മില്ലുകൾ സ്വന്തമാക്കിയിരിക്കുന്ന രാഷ്ട്രീയക്കാരും വ്യാപാരികളും പഞ്ചാബ് സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയാണ്. ഈ സാഹചര്യം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല എന്നും അറിയാൻ സാധിക്കുന്നു. സിന്ധിലും സ്ഥിതി സമാനമാണ്. ബലൂചിസ്ഥാനിൽ വിലകൾ ഇതിലും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. പഞ്ചാബ് സർക്കാരിൻ്റെ ഈ നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഓൾ പാകിസ്ഥാൻ ഫ്ലോർ മിൽസ് അസോസിയേഷൻ പഞ്ചാബിൻ്റെ ഈ നിലപാട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 151 നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തി. രാജ്യത്തുടനീളമുള്ള സ്വാതന്ത്ര്യ വ്യാപാരത്തിനും വാണിജ്യത്തിനും നൽകിയ ഉറപ്പിൻ്റെ ലംഘനമാണിതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. സംഘടനയുടെ പ്രസിഡന്റാണ് ഇക്കാര്യം പറയുന്നത്. പഞ്ചാബ് സർക്കാർ ഏർപ്പെടുത്തിയ ഈ നിരോധനത്തിനെതിരെ ഖൈബർ പഖ്തൂൺഖ്വ നിയമസഭയും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി എന്നും റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ മറുവശത്ത് ഫെഡറൽ സർക്കാരും പഞ്ചാബ് സംസ്ഥാന സർക്കാരും നൽകിയ കാരണങ്ങൾ വെറും ഒഴിവുകഴിവുകളായി ഫ്ലോർ മിൽ അസോസിയേഷൻ പ്രസിഡന്റുമാർ തള്ളിക്കളഞ്ഞു. കൂടാതെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് നിരന്തരം നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.